എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് രണ്ട് പ്രഗത്ഭ വ്യക്തികളെ പരിചയപ്പെടുത്തുകയാണ്. ഭാരതത്തിൻ്റെ തനതായ ഒരു ശാസ്ത്രശാഖയായ സംഗീതം. ഈ ഭാരതീയ ശാസ്ത്രം കുട്ടിക്കാലം മുതൽ പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും അതിലൂടെ ജീവിതം കണ്ടെത്തുകയും ചെയ്ത രണ്ട് വ്യക്തികളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. സതീശൻ നെല്ലായി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദു. ഇവർ നെല്ലായിയിൽ സോപാനം എന്ന ഒരു സംഗീതം പഠിപ്പിക്കുന്ന, ഉപകരണ സംഗീതം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം നടത്തുകയാണ്. ഇവർക്ക് രണ്ട് മക്കളുണ്ട്, വിഷ്ണുവും വിഘ്നേഷും. ഇവർ വിദ്യാർത്ഥികളാണെങ്കിലും അവരും തങ്ങളുടേതായ രീതിയിൽ ഈ ഭാരതീയ ശാസ്ത്രം, ഈ അപൂർവമായ വിദ്യ, ഈ സൗഭാഗ്യം അവരും സംശീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവരുടെ വാക്കുകളെ ശ്രദ്ധിക്കാം, അവരുടെ പരിപാടികളെ കാണാം. ഇവരെ അംഗീകരിക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. ഇന്ന് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം സ്വസ്ഥത ഇല്ല എന്നുള്ളതാണ്. നമ്മൾ സംഗീതം പഠിക്കുമ്പോൾ, ഉപകരണങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് സ്വാസ്ഥ്യവും സമാധാനവും ഉണ്ടാകുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വിദ്യകൾ. ഇവരെ പരിചയപ്പെടാം, ഇവരെ വാക്കുകളെ ശ്രദ്ധിക്കാം. നമസ്കാരം, ഈ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഒരാൾ സ്റ്റേജിൽ കയറിയിട്ട് പാട്ട് പാടുകയും ഉപകരണങ്ങളെ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന സമയത്ത് എനിക്കും തോന്നിയിട്ടുണ്ട്, പല രക്ഷിതാക്കൾക്കും തോന്നുന്നുണ്ട്, കുട്ടികൾക്കും തോന്നുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഈ വിദ്യ ഒന്ന് പഠിച്ച് വശത്താക്കാം. അങ്ങനെ ആഗ്രഹത്തോടു കൂടി ഈ വിദ്യ പഠിക്കാനായിട്ട് ചെല്ലുന്നു. പക്ഷേ ഇതൊക്കെ കുറച്ച് സമയം മാത്രമേ നീണ്ടു നിൽക്കുന്നുള്ളൂ. സതീശേട്ടൻ നേരെ മറിച്ച് തൻ്റെ 20 വർഷമായിട്ട്, അപ്പോൾ ടീച്ചറാണെങ്കിൽ ജനിച്ച സമയത്ത് മുതൽ തന്നെ ഈ സംഗീതം കേട്ട് വളർന്ന ഒരു ഇതാണ്. എങ്ങനെ 20 വർഷം നമുക്ക് ഇതിൽ പിടിച്ചു നിൽക്കാൻ തോന്നി? അല്ലെങ്കിൽ സതീശേട്ടൻ്റെ കൂടെ പഠിച്ച വ്യക്തികളൊക്കെ ഈ വിദ്യയിൽ നിന്നും കൊഴിഞ്ഞു പോയി. എങ്ങനെ പിടിച്ചു നിൽക്കാൻ തോന്നുന്നു? അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു കാരണം? ആ കാലഘട്ടത്തിൽ കഴിച്ച ഈ വിദ്യയിലൂടെ തന്നെ പോകുന്ന നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വിശദീകരിച്ചാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അത് വലിയ ഉപകാരമായിരിക്കും. ഞാൻ ഈ ഫീൽഡിൽ കിടന്ന് പിന്നെ വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്. താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ മനസ്സിന് വളരെ സന്തോഷം തരുന്ന, ഏറ്റവും ശാരീരികമായും മാനസികമായും നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു ഫീൽഡാണ് സംഗീതം. അതെല്ലാവർക്കും അറിയാം, അതിൽ സംശയമൊന്നുമില്ല. കാരണം പലരും പല ജോലി ചെയ്ത് വരുമ്പോഴും ഒരു പാട്ട് കേൾക്കാനും എല്ലാ കാര്യങ്ങൾക്കും കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ പെട്ടെന്ന് രക്ഷിതാക്കൾ കുട്ടികളെ പഠിപ്പിക്കാൻ കൊണ്ടിരുന്നു, അവർക്ക് പെട്ടെന്ന് സ്റ്റേജിൽ കയറണം. അതിപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കുട്ടികളെ എല്ലാത്തിനും പെട്ടെന്ന് തള്ളിക്കയറ്റി പെട്ടെന്ന് അവരെ പെർഫോം ചെയ്യിപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ ഇതിൻ്റെ പിന്നിൽ വളരെ വിഷമുള്ള കാര്യങ്ങളുണ്ട്. ശരിക്കും നല്ല ടാലൻ്റുള്ള കുട്ടികൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പണ്ടുണ്ടായിരുന്നു, അവർക്ക് കയറി വരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ പറഞ്ഞാൽ, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ പിന്നെയാണ് ഞാൻ സംഗീതത്തിലേക്ക് പ്രവേശിച്ചത്. അതുവരെ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ആദ്യം കൈകാര്യം ചെയ്ത ഉപകരണം തബലയായിരുന്നു. അപ്പോൾ തബല കൊട്ടുന്നതൊക്കെ നോക്കി നിൽക്കും. വയലിൻ കണ്ടിട്ട് തന്നെ ഇല്ല അന്ന്. ഈ സ്ഥലത്ത് ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. വയലിൻ വായിക്കണ ആരും ഇല്ല. ഇപ്പോൾ ഇവിടെ അടുത്ത പ്രദേശത്തും ഇല്ല. അന്ന് ചാലക്കുടി നാരായണസ്വാമി എന്ന് പറഞ്ഞൊരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി. അദ്ദേഹം തന്നെ ചാലക്കുടിയിൽ നിന്ന് വിട്ടിട്ട് അന്ന് 10-15 വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയലിൻ കണ്ടിട്ട് തന്നെ ഇല്ല. അപ്പോൾ തബല എന്നുള്ള ഉപകരണത്തിലേക്ക് ഞാൻ ശ്രദ്ധ ആദ്യം തിരിച്ച്, ഇവിടെ അടുത്ത് തന്നെ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു 3 മാസം പഠിപ്പിച്ചു. പിന്നെ അന്ന് ഈ അമേച്ചർ നാടകങ്ങളും കലാസമിതികളും ഒക്കെ ഉള്ള ഒരു കാലമായിരുന്നു. അപ്പോൾ ആ സമയത്ത് തബല വായിക്കാനും ഇതിനായിട്ട് ആളുകളെ എന്നെ വിളിച്ചുകൊണ്ടുപോകും. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തബലയിൽ കുറച്ച് പ്രാവീണ്യം നേടി ചെറിയ പരിപാടികൾക്ക് പോയി ചെറിയ സമ്പാദനം കൊണ്ട് ഞാൻ തൃശ്ശൂർ സി രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളുടെ അടുത്ത് പോയി. അവിടെ നിന്ന് എൻ്റെ വയലിൻ്റെ ആദ്യത്തെ തുടക്കം. പിന്നെ കഷ്ടപ്പാട് തന്നെയായിരുന്നു. അവിടെ നിന്ന് കുറച്ച് നാൾ പഠിച്ചു. രാജേന്ദ്ര സാറ് വളരെ മഹാനായ വ്യക്തിയാണ്, വളരെ നല്ല വ്യക്തിയാണ്. അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിൽ ആർട്ടിസ്റ്റാണ്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവർക്കൊക്കെ വായിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ് തുടങ്ങിയത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മ്യൂസിക് കോളേജിൽ, പാലക്കാട് ചെമ്പൈ മ്യൂസിക് കോളേജിൽ അഡ്മിഷൻ കിട്ടി.
അവിടെ ചെന്നപ്പോൾ വളരെ ഭയങ്കരമായിട്ടാണ് ഉണ്ടായത്. ധാരാളം വയലിനുകൾ, വളരെ പ്രഗത്ഭരായ ആൾക്കാർ, ചാലക്കുടി നാരായണസ്വാമി, പിന്നെ എൻ ലതിക, വലിയ വലിയ ആൾക്കാർ, മീരാബായി, അങ്ങനെ വലിയ വലിയ ആൾക്കാർ, വലിയൊരു സ്റ്റാഫ്, അവരൊക്കെ നമ്മൾ ടി വിയിലും റേഡിയോയിലൊക്കെ കേട്ടിട്ടുള്ള പരിചയം. അവരുടെ കീഴിൽ വളരെ ചിട്ടയോടുകൂടി കഷ്ടപ്പെട്ട് തന്നെ, അന്നും ആഹാരത്തിന് തന്നെ ബുദ്ധിമുട്ടാണെന്ന് പറയാം. കാരണം അച്ഛൻ വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചുപോയി. പിന്നെ അമ്മയാണ് നോക്കി വളർത്തിയത്. അമ്മയ്ക്ക് പ്രത്യേക ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം കൃഷി കൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്ന കുടുംബമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളുടെ കാര്യം വളരെ ഇത്രയും കഷ്ടപ്പെട്ട് ചിട്ടയോടുകൂടി പഠിച്ച് ഒരു ഇതിലേക്ക് എത്തിയത് കൊണ്ടാണ് നമുക്ക് വളരെ കുറച്ചെങ്കിലും വായിക്കാൻ പറ്റുന്നത്. എന്നതവം ചെയ്തനേ യശോദ, എന്നതവം ചെയ്തനേ യശോദ, എന്നതവം ചെയ്തനേ യശോദ, എന്നതവം ചെയ്തനേ യശോദ, എങ്കും നിറേ പരബ്രഹ്മം അമ്മ എന്നതവം ചെയ്തനേ യശോദ, എങ്കും നിറേ പരബ്രഹ്മം അമ്മ എന്നതവം ചെയ്തനേ படைத்தவனே ஈரேழு புவனங்கள் படைத்தவனே ஈரேழு புவனங்கள் படைத்தவனே கையிலேந்தி சீராட்டி பாலூட்டி தாலாட்டனே എന്നതവം ചെയ്തനേ യശോദ, എങ്കും നിറേ പരബ്രഹ്മം അമ്മ എന്നതവം ചെയ്തനേ യശോദ. ഈ കുട്ടികളെ കുറിച്ച് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, വളരെ നല്ല ടാലൻ്റുള്ള കുട്ടികൾ ഇപ്പോൾ ഈ സമയത്തുണ്ട്. അന്നൊന്നും വയലിനിസ്റ്റുകൾക്ക് ഭയങ്കര ക്ഷാമമായിരുന്നു. ഇപ്പോൾ വയലിനിസ്റ്റുകളും പാടുവാനും ധാരാളം കുട്ടികളുണ്ട്. പക്ഷെ ഇവരെ രക്ഷിതാക്കൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, പെട്ടെന്ന് ഒരു കീർത്തനം പഠിപ്പിച്ച് അവരെ സ്റ്റേജിൽ കയറ്റി അവരെ വലുതാക്കി കൊണ്ടുവരുന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് രക്ഷിതാക്കൾ ഇപ്പോഴത്തെ ഒരു നടപടി. വളരെ വൃത്തിയായി ചിട്ടയോടുകൂടി പഠിപ്പിച്ച് കയറി വരികയാണെങ്കിൽ വളരെ ഉയർന്ന തലങ്ങളിലേക്ക് എത്താവുന്ന ധാരാളം കുട്ടികൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. എൻ്റെ അനുഭവത്തിലുണ്ട്. പെട്ടെന്ന് പിക്കപ്പ് ചെയ്തെടുത്ത് പാടുവാനും കഴിവുള്ള കുട്ടികൾ ധാരാളം ഉണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. കുട്ടികൾ കഷ്ടപ്പെടാനും തയ്യാറാണ്. രക്ഷിതാക്കൾ ചെറുതായി ഒന്ന് ഹെൽപ്പ് ചെയ്യുക വേണ്ടു. പക്ഷെ അതിനു മുമ്പ് അവരെ വലിയ വലിയ കോഴ്സുകൾക്ക്, എൻട്രൻസ് കോഴ്സിന് അങ്ങനെ കൊണ്ട് ചേർത്തി അവരെ എൻട്രൻസും ഇല്ല, അവിടെയും ഇല്ല എവിടെയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുകയാണ്. നമ്മുടെ യുവജനോത്സവങ്ങളിലൊക്കെ നോക്കിയാൽ കാണാം, അന്ന് ഫസ്റ്റും സെക്കൻഡും കുട്ടിയെ വളരെ റയർ കുട്ടികളെ ഈ ഫീൽഡിൽ നിന്നുള്ളൂ. അവരൊക്കെ വേറെ ഫീൽഡിലേക്ക് പോയി. അപ്പോൾ സംഗീതമായിട്ട് വളരെ കഴിവുള്ള കുട്ടികൾ ഫീൽഡിൽ നിന്ന് പുറത്താവുകയാണ്. Pa
മാ പ ധ സ ഗരേ സ മാ പ ധ സ സ രി രി സ ധ പ മാ പ രേ മാ പ ധ മാ പ ധ പ മാ ഗരേ സ ശ്രീ ഗണനാഥ സിന്ദൂരാവർണ്ണ കരുണ സാഗര കരിവദന ലംബോദരലഘു മികര അംബാസുത അമര വിനോദ ലംബോദരലഘു മികര സിദ്ധചാരണ ഗണസേവിത സിദ്ധി വിനായക തേ നമോ നമോ ലംബോദരലഘു മികര അംബാസുത അമര വിനോദ ലംബോദരലഘു മികര സകല വിദ്യ ആദിപൂജിത സർവോത്തമ തേ നമോ നമോ ലംബോദരലഘു മികര അംബാസുത അമര വിനോദ ലംബോദരലഘു മികര. നമ്മുടെ എല്ലാവരുടെയും ഒരു സംഗീതം പഠിപ്പിക്കാനുള്ള ഒരു ആഗ്രഹം ഇൻസ്റ്റന്റ് കോഫി കുടിക്കുന്ന പോലെയാണെന്നാണ് സതീശേട്ടൻ പറയുന്നത്. ഏതെങ്കിലും സ്റ്റേജിൽ കുട്ടികളെ ഒന്ന് കൊണ്ടുപോയി കാണിക്കുക, അവർക്ക് കുറച്ച് ഒരു അംഗീകാരം കിട്ടുക, അതിനപ്പുറത്ത് ഒരു വലിയ ശാസ്ത്രം പഠിക്കാനായിട്ട് കഷ്ടപ്പാടുണ്ടെന്നും ആ ശാസ്ത്രത്തിൻ്റെ മേഖലയിലൂടെ പോയാൽ, പ്രത്യേകിച്ച് ഭാരതീയമായിട്ടുള്ള ഏത് ശാസ്ത്രം പഠിച്ചാലും ആ ശാസ്ത്രം നമ്മളെ രക്ഷിക്കുന്നതാണ്. ഇത് കുട്ടികളെ മറ്റു എഞ്ചിനീയറും ഡോക്ടർമാരും അല്ലെങ്കിൽ മറ്റു വലിയ വലിയ ഉദ്യോഗത്തിനാക്കുന്നതിനിടയിൽ കുട്ടികൾക്ക് ഒരു ചെറിയ റിലാക്സ് കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും രക്ഷിതാക്കളെ ഈ ശാസ്ത്രവിദ്യകൾ പഠിക്കാനായിട്ട്, ഭാരതീയ ശാസ്ത്രവിദ്യകൾ പഠിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതൊരു ശരിയായ രീതിയല്ല. നമ്മുടെ ഈ വിഷയങ്ങൾ പഠിച്ചാൽ ഇതിന് തന്നെ ജീവിതം കണ്ടെത്താൻ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം പുതിയ ഇലക്ട്രോണിക്സ് മീഡിയകളുടെയും മറ്റു മേഖലകളുടെ കടന്നുകയറ്റം വന്നപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ചാൻസ് ഉണ്ട്. ഇത്തരം മേഖലയിൽ ധാരാളം ചാൻസ് ഉണ്ട്. ഒരു സർക്കാർ ജോലിക്ക് പോയാൽ കിട്ടുന്നേക്കാൾ ഒരുപാട് പണം സമ്പാദിക്കാനായിട്ട് പറ്റുന്ന ഒരു മേഖലയാണ് ഇന്ന് ഈ വിഷയങ്ങൾ. പക്ഷേ ശ്രദ്ധിക്കണം, ഒരു ഡോക്ടറാണെങ്കിൽ 5 കൊല്ലം പഠിച്ചാൽ മതി. പക്ഷേ ഒരു നല്ല സംഗീത ഉപകരണം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാവണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 20 വർഷത്തെ കഠിനമായ സാധന വേണം. എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു സംഗീതം പഠിക്കുന്ന, ഒരു ഉപകരണം പഠിക്കുന്ന വ്യക്തി ഇരുന്ന് അവൻ്റെ ജോലികൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊരു എളുപ്പവിദ്യയല്ല, മറിച്ച് ഇതിലൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് ലോകം അംഗീകാരം തരിക തന്നെ ചെയ്യും. നമ്മൾ സംഗീതം പഠിക്കുന്ന സമയത്ത് എപ്പോഴും പറയുന്നൊരു വാക്കാണ് സാധകം ചെയ്യൂ, സാധകം ചെയ്യുന്നുള്ളത്. പ്രാക്ടീസ് ചെയ്യുക, അതാണ് അതിൻ്റെ ഒരു വിദ്യയിൽ അതിൻ്റെ മർമ്മവിദ്യ എന്ന് പറയുന്നത്. ഈ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസാണ്. ഒരു സംഗീതം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വയലിൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി
ഏതൊക്കെ രീതിയിലാണ് അവരുടെ ജീവിത രീതി അല്ലെങ്കിൽ അവരുടെ സാധകം ചെയ്യാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? എത്ര ഹാർഡ് വർക്കാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാധകത്തിന് പണ്ട് തന്നെ നമ്മുടെ മഹാന്മാരായ സംഗീത ചക്രവർത്തികൾ ഒരു ഫോർമുല തന്നെ ശരിയാക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീക്കുക, ഒരു 2 മണിക്ക് ശേഷം 3 മണി അങ്ങനെ ഒരു സമയത്ത് എണീക്കുക. അത് കഴിഞ്ഞാൽ പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞ് സാധകം ചെയ്യാതിരിക്കുക. ഭക്ഷണമൊന്നും പറഞ്ഞിട്ടില്ല. കാലത്തൊരു 4 തൊട്ട് 6 വരെ ഞാനൊക്കെ സ്ഥിരം സാധകം ചെയ്തിരുന്നു. പാട്ടുകാരെ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴുത്തിനൊപ്പം വെള്ളത്തിൽ ഇറങ്ങിയിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ തൊണ്ടയുടെ വൈബ്രേഷനിൽ ശബ്ദങ്ങൾ പുറത്തു വരുന്നതിന് വേണ്ടിയാണ് കഴുത്തിനൊപ്പം വെള്ളത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അടിയിൽ നിന്ന് നമ്മുടെ ഭാരം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്നാണ് പറയണത്. അതെ, കഴുത്തിൽ നിന്ന് കഴിയുമ്പോട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കൂടുതൽ ശബ്ദങ്ങൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ നമ്മുടെ ശബ്ദങ്ങളെ നമുക്ക് ക്രമീകരിച്ച് കൊണ്ടുവരാൻ വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ പറ്റുന്ന പറയുന്നത്. അപ്പോൾ കഴുത്തിന് മേപ്പോട്ട് നിന്നിട്ടാണ് സാധകം ചെയ്യുക. അത് വരിശകൾ എത്ര വലിയ മഹാനായാലും അദ്ദേഹം ചെയ്യുന്ന സംഗതി എന്താ സാധകം ചെയ്യണമെന്ന് വെച്ചാൽ വരിശകളാണ്. നമ്മളൊരു കുട്ടി 1ാം ക്ലാസ്സിൽ പോയി 1, 2, 3 പഠിക്കുന്ന അതേമാതിരി സരളി വരിശകൾ, സരി 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 ഗമ സരി ഗമ, അത് പല രീതിയിൽ അകാരം വികാരം അങ്ങനെ ചെയ്യും. ജണ്ട വരിശകൾ ഇത് തന്നെയാണ് എത്ര വലുതായാലും അവർ ചെയ്യുന്നത്. ഇപ്പോൾ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരൊക്കെ ഒരു കീർത്തനം 1000 പ്രാവശ്യം പാടിയിട്ടേ ഒരു സ്റ്റേജിൽ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം അത്രയും ഇതോടുകൂടിയാണ് അദ്ദേഹം പാടുന്നത്. അപ്പം അദ്ദേഹത്തിന് കളിച്ചിരുന്നിരുന്ന് പാടാം, അങ്ങനെ വരും. അത് അദ്ദേഹത്തിൻ്റെ ഇത് ഭാഷയിൽ അദ്ദേഹത്തിന് ഇനി അതേ വരാറുള്ളൂ, വേറെ ഒന്നും വരാനില്ല. ഒരു കീർത്തനം അതേ വരുള്ളൂ. അതെ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരൊക്കെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ചരിത്രത്തിൽ. അദ്ദേഹത്തിൻ്റെ ഒരു മരുമകൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് വളരെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ പാലക്കാടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഞങ്ങളുടെ സാധകത്തിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ താമസിച്ചിരുന്നവർ ഇപ്പോൾ ഒക്കെ ഒരു വലിയ വലിയ ആൾക്കാരാണ്. അടൂർ സുദർശൻ നല്ലൊരു അകേകാരനാണ്, എ ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. പിന്നെ ശങ്കര നമ്പൂരി, വെള്ളിനേ സുബ്രഹ്മണ്യൻ, അങ്ങനെ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നു. കാസർഗോഡ് ശങ്കര നമ്പൂരി, അവരൊക്കെ എടുത്തു പറയാവുന്ന വ്യക്തികളാണ്. അവരൊക്കെ ഇപ്പോഴും വളരെ വൃത്തിയായി കച്ചേരികളൊക്കെ നടത്തുന്ന വലിയ വലിയ ആൾക്കാരാണ്. പിന്നെ വലിയ വലിയ ആൾക്കാരെ ക്ലാസ്സുകൾ അതും കൂടി കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് വളരെ ഒരു പ്രചോദനമായിരുന്നു. ഒരു ഭാഗത്ത് ബുദ്ധിമുട്ടുകളുണ്ട്, എങ്കിലും കാലത്തെ സാധകത്തിനൊരു മുടക്കമില്ല. അത് 4 മണി തൊട്ട് ചെയ്തിരുന്നു, വളരെ വൃത്തിയായിട്ട് ചെയ്തിരുന്നു. പിന്നെ കോളേജിൽ ഞങ്ങൾക്കൊരു 5 മണിക്കൂർ ക്ലാസ് കിട്ടും. 5 മണിക്കൂർ. ഇപ്പോഴത്തെ ഒരു സംഗീത കോളേജുകളിൽ ഇപ്പോൾ ഡിഗ്രി ആയി, എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളൊരു ഇതിൽ. വാളയാറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും സംസാരിക്കാൻ കിട്ടണില്ല എന്നാണ് ഇവരുടെ പരാതി. മലയാളം മാത്രമേ അറിയണുള്ളൂ, സംസ്കൃതം അറിയണുള്ളൂ. സംഗീതം പഠിച്ചവന് വാളയാറ് കഴിഞ്ഞാൽ മറ്റവരായിട്ട് ബന്ധമില്ല, വേറെ ആൾക്കാരായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഡിഗ്രി കോഴ്സാക്കാൻ കാരണം എന്നാണ് പറയുന്നത്. പക്ഷേ അത് തെറ്റാണ്. 5 മണിക്കൂർ ഞങ്ങൾക്ക് 5 പ്രൊഫസർമാർ ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് വലിയൊരു ക്ലാസ്സാണ്. ഒരു കുട്ടിക്ക് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നത് ശനിയും ഞായറും ഒരേ മണിക്കൂറാണ്. ഒരേ മണിക്കൂർ കിട്ടണില്ല അവർക്ക്. പക്ഷെ ഞങ്ങൾ അതിനനുസരിച്ച് സാധകം ചെയ്തിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ അത് ചെയ്യണില്ല, അങ്ങനെ ഒരു മാറ്റമുണ്ട്. ഇപ്പം ഡിഗ്രി കോഴ്സുകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ദിവസേന 1 മണിക്കൂറാണ് അവർക്ക് കിട്ടുന്നത്. അപ്പം ഞങ്ങൾ ഒരു വർഷം കൊണ്ട് പഠിക്കുന്ന കീർത്തനങ്ങളെ അവർ ഒരു ഡിഗ്രി കോഴ്സ് കഴിയുമ്പോൾ പഠിക്കും. അപ്പോൾ അവർ ഇംഗ്ലീഷും പഠിക്കണില്ല, സംഗീതവും പഠിക്കണില്ല, അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ്. ഈ പഠിച്ചവർക്കൊന്നും ജോലിയും കൊടുക്കാനുള്ള അവസ്ഥയില്ല ഗവൺമെന്റിന്. ആകെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതെ, സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് സംഗീത കോളേജുകളുണ്ട്. അത് കുറേ കുട്ടികൾ ഇപ്പം നമ്മുടെ ഈ നാടുകളിൽ തന്നെയുണ്ട്, ധാരാളം കുട്ടികൾ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ജോലി കൊടുക്കാനുള്ള അവസരം സർക്കാരിനില്ല. സ്വന്തമായിട്ട് ചെയ്യാനും പറ്റില്ല, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുന്ന അനേകം കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കുട്ടികളൊക്കെ രണ്ടാമതേ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ അവസ്ഥ. രണ്ടാം കാലം വയ്ക്കൂ.